സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. രഹസ്യങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ കാലത്ത് നാം ഏതു വഴിയായി സഞ്ചരിച്ചാലും എവിടെയൊക്കെ ചെന്നാലും അവിടങ്ങളിലെല്ലാം നാം അറിയാതെ നമ്മെ കാണുന്ന ക്യാമറ കണ്ണുകളുണ്ട്. നാം റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പല വീടുകളുടെയും ഗേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾ നമ്മെ കാണുന്നു. നാം ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി വാഹനവുമായി ഒരു പെട്രോൾ പമ്പിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ ക്യാമറകൾ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും കടകൾക്കുള്ളിലേക്ക് നാം കയറിയാൽ നമ്മെ വീക്ഷിക്കുന്ന നിരവധി ക്യാമറകൾ ആ കടകൾക്കുള്ളിലുണ്ട്. നാം കടകൾക്കുള്ളിൽ പ്രവേശിക്കുന്ന സമയം മുതൽ തിരികെ ഇറങ്ങിപ്പോകുന്ന സമയം വരെ നാം എവിടെയാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ക്യാമറകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പല വീടുകളുടെയും ചുറ്റിലും ഉള്ളിലും ഒക്കെ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏറെ രസകരമായ കാര്യം, വീടുകളുടെ മുൻഭാഗത്ത് അപരിചിതനായ ഒരാൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വീടിനുള്ളിലിരിക്കുന്ന ആളുകൾ അവരെ കാണുന്നതിന് മുൻപായി അവരെ കാണുന്നത് വിദേശത്തിരിക്കുന്ന മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആവാം. കാരണം ക്യാമറകൾ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. നാം ഒരു GPS ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏത് രാജ്യത്തുകൂടെ സഞ്ചരിച്ചാലും നിരന്തരം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ കണ്ണുണ്ട്. അത് സാറ്റലൈറ്റുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകളാണ്. ആ ക്യാമറ നിരന്തരമായി നമ്മെ വീക്ഷിക്കുകയും നാം പോകേണ്ടുന്നതായ പാത കാണിച്ചു തരികയും വഴി തെറ്റിയാൽ കൃത്യമായി പോകേണ്ടുന്ന പാതയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ലോകത്തെ ആകമാനം നോക്കുമ്പോൾ ലോകത്ത് അതാതിടങ്ങളിൽ വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് ക്യാമറകളും അതേപോലെ തന്നെ സാറ്റലൈറ്റുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറകളും എല്ലാം ചേർന്ന് നമ്മുടെ സ്വകാര്യത കുറച്ചുകൊണ്ടുവരുന്ന ഒരു കാലത്ത് നാം ജീവിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യരൊരുക്കിയിരിക്കുന്ന ഈ ക്യാമറകളുടെ കണ്ണിൽ പെടാതെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിച്ചെന്നിരിക്കാം. എന്നാൽ സർവഭൂമിയിലുമുള്ള സകല കാര്യങ്ങളും സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അതേ സംബന്ധിച്ച് തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്. സെഖരിയ പ്രവചനം 4-ാം അധ്യായം 10-ാം വാക്യം, സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് എന്നെഴുതിയിരിക്കുന്നു. മറ്റൊരു വാക്യം 53-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സദാസമയവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. 139-ാം സങ്കീർത്തനത്തിൽ നാം ഇതേ കാര്യം തന്നെ വായിക്കുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്നത്രേ. അത്രമാത്രം വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കുവാൻ നമുക്കൊന്നുമില്ല. നാം പാപിയാണെന്ന് അവിടുന്ന് അറിയുന്നു. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ബുദ്ധിയിലും എല്ലാം പാപ സ്വഭാവമുണ്ട് എന്നുള്ളത് ദൈവം വളരെ കൃത്യമായി അറിയുന്നു. ആ സ്വഭാവത്തെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ പുണ്യസ്ഥല സന്ദർശനങ്ങൾ കൊണ്ടോ ഒന്നും രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുന്നു. സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നു. കാരണം ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തു. ആ പാപം അവനെ അന്ത്യമായി കൊണ്ടെത്തിക്കുന്നത് നിത്യമായ നരകാഗ്നിയിലാണ്. അവിടെ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള ഏക വഴി ഏതാണ്? ദൈവവചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുന്നു. അവർക്ക് നിത്യമായ നരകാഗ്നിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ സാധിക്കുന്നു. അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ്. അവിടുന്ന് എൻ്റെ പേർക്ക് കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിപാവനമായ രക്തം എൻ്റെ പാപത്തിന് പരിഹാരത്തിനായി ഒഴുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ അവിടുത്തെ വകയാക്കണമേ. ആമേൻ. ഇങ്ങനെ താങ്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്നുവെങ്കിൽ താങ്കൾ ദൈവമകനായി ദൈവമകളായി തീർന്നിരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറിയിരിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു
എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു. എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എൻ ചിന്തകളെല്ലാം നീ ഗ്രഹിക്കുന്നു. എൻ നടപ്പും കിടപ്പും നീ അറിയുന്നു. എൻ ചിന്തകളെല്ലാം നീ ഗ്രഹിക്കുന്നു. എൻ നടപ്പും കിടപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു. എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു.